റാം നാരായൺ റാം. ഭൂമിയിൽ വിവിധ മതങ്ങളെ വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ടെങ്കിലും തന്നെ അറിയുന്ന, സ്വന്തം അളവിൽ സ്നേഹിക്കുന്ന, സ്വന്തത്തിൽ വിശ്വാസം വയ്ക്കുന്നവരെ വളരെ കുറവാണ് കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തി തന്നെ സ്നേഹിക്കാതെ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കാനാകും? അതിനാൽ ആദ്യം മനുഷ്യൻ തന്നെ സ്നേഹിക്കണം. കൂടാതെ തൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ ആര്? ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എവിടേക്ക് പോകുന്നു? മരണാനന്തരം ഞാൻ എന്താണ് കൊണ്ടുപോകുന്നത്? ഭൂമിയിൽ വരാനും പോകാനും മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഓരോ മനുഷ്യനും വിവിധ ജന്മങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ ജനിക്കുന്നു. ഏത് മതത്തിൽ പെട്ടയാളായാലും മരിച്ചതിനു ശേഷം വീണ്ടും ഭൂമിയിൽ ജനിച്ചാൽ അതിനു മുൻപുള്ള ജന്മത്തിൻ്റെ ഓർമ്മയൊന്നും അവനില്ല. തൻ്റെ മുൻജന്മത്തിൽ എന്തായിരുന്നു ചെയ്തതെന്ന് അവൻ ആരോടും പറയാൻ കഴിയില്ല. കാരണം അവൻ പുതിയ തിരിച്ചറിയലോടെ, പുതിയ ഓർമ്മകളോടെ ജനിക്കുന്നു. ഭൂമിയിൽ ദൈവം ഉണ്ടെങ്കിൽ മനുഷ്യർക്ക് മരണാനന്തരം വീണ്ടും ജനനം ഉണ്ടാകണം. കൂടാതെ അവർക്ക് തങ്ങളുടെ മുൻജന്മം ഓർക്കാൻ കഴിയണം. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. ദൈവം ഒരിക്കലും നേരിട്ട് വന്ന് മനുഷ്യരുടെ ദുഃഖത്തിൽ സഹായിച്ചിട്ടില്ല. ഞാൻ നിന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. മനുഷ്യൻ പ്രകൃതിയോടും തൻ്റെ വിവേകത്തോടും അനുയോജ്യമായി ജീവിക്കണം. ഏതെങ്കിലും മതത്തെയും ജാതിയെയും രാഷ്ട്രീയ പാർട്ടിയെയോ മനുഷ്യർ സൃഷ്ടിച്ച ഭരണഘടനയെയോ കണ്ണടച്ച് അനുസരിക്കേണ്ടതില്ല. പ്രകൃതിയെ മാത്രമേ പരമപ്രാധാന്യത്തോടെ കാണേണ്ടതുള്ളൂ. പ്രകൃതിയുടെ ഭരണഘടന ഭൂമിയിൽ പ്രാബല്യത്തിൽ വരാതെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഓർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാൻ നെവർ ബ്രിങ് ടു വെൽഫെയർ ഓഫ് ദ എർത്ത്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് ജനിച്ചത്. അവൻ്റെ അസ്തിത്വം മുഴുവനും പ്രകൃതിയിലാണ് ആശ്രിതം. പ്രകൃതിയില്ലാതെ ആരും ജീവിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തിയുടെയും ഭയം മറ്റൊരാളോട് അല്ല, പ്രകൃതിയോടായിരിക്കണം. കാരണം പ്രകൃതിയെയാണ് ഏറ്റവും വലിയ നീതി നിറവേറ്റുന്നത്. പ്രകൃതിയിലേക്ക് എത്തുന്നതിനുള്ള ഏക വഴി റാം നാരായൺ റാം. അതിനാൽ ഓരോ മനുഷ്യനും റാം നാരായൺ റാം എന്ന ജപം തുടർന്നും തുടരെ നടത്തണം. അത് മനസ്സിന് ശാന്തിയും ആത്മാവിന് ദിശയും നൽകും. ജീവിതത്തിൽ സത്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും.